ഇന്റർനാഷണൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഗോൾഡിന്റെ പ്രൈസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ഒരു ദിവസമാണ് ഇന്നലെ. അതുപോലെ തന്നെ ഇന്നൊക്കെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമിന് 6180 രൂപയാണ് 22 കാരറ്റ് സ്വർണത്തിന്റെ പ്രൈസ്. ഇത് റെക്കോർഡ് ഹൈ ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ ഡിസിഷൻ ഉണ്ടായിരുന്നു. ഈ വർഷം 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ളൊരു ഡിസിഷൻ അനൗൺസ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. ഒരു ട്രോയ് ഔൺസ് തങ്കത്തിന്റെ പ്രൈസ് ഇന്നലെ $2222.39 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്തത്. അതിനുശേഷം ഇന്റർനാഷണൽ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റെല്ലാ മാർക്കറ്റുകളിലും ഗോൾഡിന്റെ പ്രൈസ് ഉയരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ള പ്രതിഭാസമാണ് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗോൾഡിന്റെ പ്രൈസ് റൈസിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ ഡിസിഷൻ തന്നെയാണ്. സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലത്തെ ജനങ്ങളൊക്കെ സേഫ് ഹേവൻ അസറ്റ് ആയിട്ട് കാണുന്നത് US ഡോളറിനെയും സ്വർണത്തിനൊക്കെയാണ്. US ഡോളറിന് ഇൻട്രസ്റ്റ് വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു രീതിയാണ് കാലങ്ങളായിട്ട് സ്വീകരിച്ചു പോരുന്നത്. അമേരിക്കയിലെ കഴിഞ്ഞ മാർച്ച് 2022 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ 5.25 5.5% നിൽക്കുന്നത്. ഫർദർ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവില്ല, അതിന് പകരം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് തുടങ്ങുമെന്നുള്ളൊരു ഡിസിഷനാണ് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് എടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും സേഫ് ആൻഡ് അസറ്റ് ഗോൾഡ് ആണെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ വീണ്ടും വരുത്തിയിരിക്കുകയാണ്. നമ്മൾ ചൈനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ചൈനയിലെ ജനങ്ങൾ 1 ഗ്രാം മുതലുള്ള ഗോൾഡ് ഓർണമെന്റ്സ് ആണ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രോപ്പർട്ടി മാർക്കറ്റിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ധാരാളം ലോസസ് ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നത് ഗോൾഡിനാണ്. ചൈനയിൽ പ്രായഭേദമന്യേ എല്ലാവരും പറയുന്നത് ഗോൾഡ് ആണ് സേഫ് ആൻഡ് അസറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളിലും രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകളും ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾ ധാരാളം നിലനിൽക്കുന്ന സമയത്താണ് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് സേഫ് ഹേവൻ അസറ്റ് ആയിട്ട് ഗോൾഡിലേക്ക് മാറുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഗോൾഡിന്റെ പ്രൈസ് കൂടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കൈവശം വെക്കുന്ന നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ സഹോദരിമാരൊക്കെയാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ്. അടുത്ത ദിവസങ്ങളിലും ഗോൾഡിന്റെ പ്രൈസ് ഉയരാൻ തന്നെയാണ് ചാൻസസ് കൂടുതലുള്ളത്. ഇപ്പൊ ഇന്റർനാഷണൽ അനലിസ്റ്റുകളൊക്കെ പറയുന്ന ഗോൾഡിന്റെ പ്രൈസ് ഈ വർഷം $2500 പെർ ട്രോയ് ഔൺസ് വരെ ഉയർന്നേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിന്റെ പ്രൈസ് ഉയരാൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. കാരണം അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഗോൾഡിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപം വരും. അതിനനുസരിച്ച് ഗോൾഡിന്റെ പ്രൈസിൽ വർധനവുണ്ടാവും. ആ വർധനവ് കേരളത്തിലും ഇന്ത്യയിലും മറ്റെല്ലാ രാജ്യങ്ങളും പ്രതിഫലിക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്.